40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനെയും ഭയങ്കരമായിട്ട് അതൊരു ഇമ്പാക്ട്. വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. വെൻ യു ആർ ട്രാവലിംഗ്, വെൻ യു ഹാവ് വർക്ക് ടു ഡു, വെൻ യു ഹാവ് കരിയർ കമ്മിറ്റ്മെൻറ്റ്സ്, വെൻ യു ഹാവ് കല്യാണം ആൻഡ് അതർ ഫംഗ്ഷൻസ്, അതിനിടയിൽ ചെയ്യാൻ പറ്റിയാൽ ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പ്രോട്ടീൻ കൂട്ടുന്നതിന് മുന്നേ യൂറിക് ആസിഡ് നോർമലാണോ, ഗൗട്ട് വരുമെന്ന് ശ്രദ്ധിക്കണം. ഡയബറ്റിക് ആയ ഒരാൾക്ക് പ്രോട്ടീൻ അങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ മണ്ടന്മാരല്ല, അവർക്ക് കറക്റ്റായ രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ സ്റ്റിൽ ബിലീവ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ റൈറ്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും അവോക്കാഡോ ഗോക്കമോളി ഡിപ്പ് അല്ലെങ്കിൽ അവോക്കാഡോ ടോസ്റ്റ് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ പച്ച മലയാളിയാണ്. എനിക്ക് ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ശീലം. അതാണ് എനിക്കിഷ്ടം. അത് എത്ര നല്ല ഭക്ഷണമാണോ എന്നുള്ളതിന് അതിന് യാതൊരു പ്രസക്തിയില്ല. ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. അപ്പോൾ കൊളസ്ട്രോൾ വരും, ഫാറ്റി ലിവർ വരും, തടിയും കൂടും, അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും വരും. നമസ്കാരം. സോൾവ് മൈ ഹെൽത്ത് എന്നുള്ളൊരു പുതിയ സംരംഭത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മിസ്റ്റർ രാജീവ് അമ്പാട്ടാണ് അതിന് പിന്നിലെ പ്രധാന സംരംഭകൻ. അദ്ദേഹം ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പേർട്ടാണ്. ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. കൂടെ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ ഒരു മനോഹരമായ പുസ്തകവും രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. രാജീവ് അമ്പാട്ട്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു നിഷ. രാജീവ്, ഇപ്പോൾ മിഡ്രിഫ് ക്രൈസിസ്, ഇതാണ് നിങ്ങളുടെ ബുക്ക്. ഈ ബുക്ക് ഭയങ്കര ഭംഗിയായിട്ട് വളരെ ലളിതമായ ഭാഷയിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വായിച്ചിട്ട്. ഒത്തിരി പേജും ഇല്ല, വായിക്കാനും രസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറയുന്നത് ഇത്രയും ഓവർലോഡഡ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാലമാണ്. വിരൽത്തുമ്പിൽ ലോകം മുഴുവൻ എന്ന് പറയുന്നതിനേക്കാളും ഓവർലോഡഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയുള്ളൊരു കാലത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ സംരംഭം കൊണ്ടുവരുമ്പം ഇതിൻ്റെ പുതുമ എന്തൊക്കെയാണെന്നാണ് ബേസിക്കലി ആദ്യം അറിയേണ്ടത്. ഓക്കെ, എൻ്റെ അപ്രോച്ച് ഹെൽത്ത്, വെൽനെസ്, ഫിറ്റ്നസ്, ബൈ ദ വേ ഇത് മൂന്ന് കാര്യങ്ങളാണ്. ഇതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇതിനെ എത്രത്തോളം സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാം, എത്രത്തോളം അത് സെൻസിബിളായ രീതിയിൽ ചെയ്യാം, എത്രത്തോളം അത് സസ്റ്റെയിനബിളായ രീതിയിൽ ചെയ്യാം. 3 S ആണ്. അപ്പോൾ നിഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവർലോഡഡ് ഓഫ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഈ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കി ഡിഫിക്കൽട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ആയ ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നതൊന്നും നമ്മുടെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിൻ്റെ ഇടയിലും അതേപോലെ നമ്മുടെ മറ്റുള്ള ബിസി ആയിട്ടുള്ള ലൈഫിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോഴും കരുതുന്നത് പ്രാക്ടിക്കലി ഈ പറയുന്ന പകുതി കാര്യങ്ങളും നടക്കാൻ ഇച്ചിരി പാടാണെന്ന് തന്നെയാണ്. അതെ, കാര്യം ഇപ്പം നമ്മുടെ അടുത്ത് ക്ലയൻസ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ അടുത്ത മാസം ഫ്രീ ആണ്, ഞാൻ വീട്ടിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പോൾ ഞാൻ ഈ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യാം. ഞാൻ പറയും, യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് റോങ്. കാര്യം നിങ്ങളുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രാവലും പാർട്ടിയും കല്യാണവും ഫാമിലി ഫങ്ഷൻസ് ഒക്കെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ഡയറ്റ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഡു ദിസ് ഫോർ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അല്ലേ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. വെൻ യു ആർ ട്രാവലിംഗ്, വെൻ യു ഹാവ് വർക്ക് ടു ഡു, വെൻ യു ഹാവ് കരിയർ കമ്മിറ്റ്മെൻറ്റ്സ്, വെൻ യു ഹാവ് കല്യാണം ആൻഡ് അതർ ഫംഗ്ഷൻസ്, അതിനിടയിൽ ചെയ്യാൻ പറ്റിയാൽ ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് പ്രാക്ടിക്കലി ഈ പറയുന്ന എല്ലാ ബിസി സ്കെഡ്യൂളിനിടയ്ക്കും എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആബ്സല്യൂട്ട്ലി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സയൻറ്റിഫിക് എന്ന് ഉദ്ദേശിച്ചത് ഒരു 20-25 വയസ്സ് വരെ ഇപ്പോൾ തടി കുറയണം. എന്താ ചെയ്യുക? പൊതുവെ ആൾക്കാർ മധുരം, കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറയ്ക്കും, പ്രോട്ടീൻ്റെ അളവ് കൂട്ടും, പിന്നെ ഫൈബർ, വെജിറ്റബിൾസ് കാര്യങ്ങൾ കൂടുതൽ കഴിക്കും, പിന്നെ എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യും. ഇതൊരു 20-25 വയസ്സ് വരെയൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. 25-30 വയസ്സ് കഴിയുമ്പോൾ വേറെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, പ്രോട്ടീൻ കൂട്ടുന്നതിന് മുന്നേ യൂറിക് ആസിഡ് നോർമലാണോ, ഗൗട്ട് വരുമെന്ന് ശ്രദ്ധിക്കണം. ഡയബറ്റിക് ആയ ഒരാൾക്ക് പ്രോട്ടീൻ അങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ക്രിയാറ്റിൻ ലെവൽ നോർമലാണോ നോക്കണം. അതേപോലെ തന്നെ എക്സസൈസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹെർണിയുള്ള ഒരാൾ ജിമ്മിൽ പോയിട്ട് ലോവർ അബ്ഡമനും കോറിനും കുറേ പ്രഷർ വരുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർണിയ വിൽ ബിക്കം വേഴ്സ്. പക്ഷേ അവിടെ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ 30 വയസ്സിലൊക്കെ നിൽക്കുന്ന ഒരാൾ അവർ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. ശരി, എന്നാൽ ഇനിയിപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. എല്ലാവരും പറയുന്നുണ്ടല്ലോ 40സിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ശരിയാകണം. അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റിനെ എന്തുകൊണ്ട് വിശ്വസിക്കണം? അവിടെയാണ് ഒരു കാര്യം, ആൾക്കാർ മണ്ടന്മാരല്ല.
അവർക്ക് കറക്റ്റായ രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ സ്റ്റിൽ ബിലീവ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ റൈറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ നേരത്തെ നിഷ പറഞ്ഞതുപോലെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡാണ്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആവുമെന്ന് പറയും, വേറെ ചിലർ പറയും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കിട്ടും, പണി കിട്ടും എന്ന് പറയും. അപ്പോൾ വാട്ട് ഇസ് എ റൈറ്റ് തിങ് ടു ഡു എന്നുള്ളതിനിടയിൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ലെറ്റ്സ് ടേക്ക് ഫോർ എക്സാമ്പിൾ കീറ്റോഡായിട്ട് ഒരു 5-6 കൊല്ലം മുന്നേ ഇങ്ങനെ കുടികുത്തി വാഴി ഇങ്ങനെ കുടുംബിരി കൊണ്ട് നിൽക്കുന്ന ഒരു ഡയറ്റായിരുന്നു അത്. അതായത് വെരി ലോ കാർബ്, വെരി ഹൈ പ്രോട്ടീൻ ആൻഡ് വെരി ഹൈ ഫാറ്റ് ആൻഡ് മോഡറേറ്റ് പ്രോട്ടീൻ എന്നുള്ള രീതിയിലുള്ള ഡയറ്റ്. അപ്പോൾ കീറ്റോ ആക്ച്വലി ഡയറ്റ് വരുന്നത് എപ്പിലെപ്സിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കീറ്റോ എന്ന് പറഞ്ഞ ഡയറ്റ് വരുന്നത്. പക്ഷേ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ള ഒരാൾ കീറ്റോ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു ലൈഫ്, കോളിലിത്യാസിസ് ഉള്ള. അപ്പോൾ അവിടെ ആ ഒരു നുവാൻസസ് ഒക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഈ നെല്ലും പതിരും തിരിച്ചറിയുന്ന രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം റീസണബിളി എഡ്യൂക്കേറ്റഡ്, എസ്പെഷ്യലി നമ്മൾ മലയാളികൾ 100% ലിറ്ററേറ്റ് പീപ്പിൾ അല്ലേ, നമുക്ക് സെൻസ് ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. പക്ഷേ ആ ഇൻഫർമേഷൻ കറക്റ്റ് രീതിയിൽ അത് എന്ത് എന്നുള്ള രീതിയിൽ അതിൻ്റെ പുറകുള്ള വസ്തുതകളും എല്ലാം നെല്ലും പതിരും തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർ തന്നെയാണ്. നെല്ലും പതിരും തിരിച്ചു കൊടുക്കാനാണ് നിങ്ങളുടെ ഈ ഒരു പുതിയ സംരംഭം. ആബ്സല്യൂട്ട്ലി. അതുപോലെ സെൻസിബിൾ ആവണം. ബ്രൗൺ റൈസ് വൈറ്റ് റൈസിനേക്കാളും നല്ലതാണ്, സമ്മതിച്ചു. പക്ഷേ എനിക്ക് വൈറ്റ് റൈസാണ് ഇഷ്ടം. പക്ഷേ ഞാൻ വൈറ്റ് റൈസ് കഴിക്കുന്നത് ഒരു ചീരത്തോരനും ഒരു അവിയലും ഒരു പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രൗൺ റൈസും കുറച്ച് തൈരും മാങ്ങാക്കറിയും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ? ആണ്. കാര്യം ആ പ്ലേറ്റിലുള്ള കംപ്ലീറ്റ് ഫൈബർ പ്രോട്ടീൻ പ്രൊഫൈലാണ് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവുക. അല്ലാണ്ട് ചോറ് സെപ്പറേറ്റ് അവിയൽ സെപ്പറേറ്റ് അല്ലല്ലോ നമ്മൾ ബോഡി ഡൈജസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ സെൻസിബിൾ ആക്കുക എന്നുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ എത്ര നല്ല ഭക്ഷണമായാലും നമ്മൾ പറയാം എന്താ ഹെൽത്തി ആവാൻ എന്താ ചെയ്യാം, ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഓർഗാനിക്കായ നല്ല ഭക്ഷണം യാതൊരു രീതിയിലുള്ള രാസവസ്തുക്കളോ വളങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കി കൃഷി ചെയ്തെടുത്തിരിക്കുന്ന ഭക്ഷണം നമുക്ക് എത്ര കലോറിയാണോ വേണ്ടത് അതിൻ്റെ 2 ഇരട്ടി കഴിച്ചു എന്ന് വിചാരിക്കാം. അത് എത്ര നല്ല ഭക്ഷണമാണോ എന്നുള്ളതിന് അതിന് യാതൊരു പ്രസക്തിയില്ല. ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. അവിടെ നമ്മൾ ക്വാളിറ്റി മാത്രമേ നോക്കിയുള്ളൂ, ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കൊളസ്ട്രോൾ വരും, ഫാറ്റി ലിവറും വരും, തടിയും കൂടും, അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും വരും, റൈറ്റ്? അപ്പോൾ എന്താണ് ബേസിക്കലി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഡോണ്ട് ടേക്ക് എനി എക്സ്ട്രീംസ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ലല്ലോ, മെൻ്റൽ ഹെൽത്തും കൂടി വേണമല്ലോ. വിച്ച് ഇസ് വൈ ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് ഡയറ്റ്. ഡയറ്റ് ഇസ് എ വെരി പണിഷിംഗ് വേർഡ് അല്ലേ? Nobody likes to do diet. അല്ലേ? ന്യൂട്രീഷൻ പക്ഷേ ഡയറ്റുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ പുതിയ പുതിയ പാറ്റേണുകളും പുതിയ ആൾക്കാരും ലക്ഷക്കണക്കിന് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ വേർഡ്സ്, ഞാനൊരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയറ്റും ന്യൂട്രീഷനും തമ്മിലൊരു ഡിഫറൻസ് എന്താ? ന്യൂട്രീഷൻ ഇസ് എ പോസിറ്റീവ് വേർഡ്. ന്യൂട്രീഷൻ പ്ലാൻ ഇസ് അബൌട്ട് നറിഷിംഗ് ദ ബോഡി. ഒരു പോസിറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട് ആ വേർഡിന്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് എന്താ? അയ്യോ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണ നിയന്ത്രണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോഴും ഇഫ് യു ആർ നോട്ട് ഹെൽത്തി ഹിയർ വാട്ട് ഇസ് എ പോയിന്റ് അല്ലേ? ഇപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ആഴ്ച മുന്നേ. ഒരു ഗ്ലാസ് സേമിയ പായസം ബർത്ത്ഡേക്ക് ഉണ്ടാക്കി, പിറന്നാളിന് ഉണ്ടാക്കി സേമിയ പായസം കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ഡയറ്റായി ഒരു 6 പാക്ക് ആപ്സും വെച്ച് നടന്നിട്ട്? എൻ്റെ അടുത്ത് ബിരിയാണി കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30 വയസ്സുള്ള ഒരാൾ വരുന്നു, അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾ വരുന്നു. അങ്ങനെയുള്ള ഒരാൾ എന്തെല്ലാം ഒരു സാഹചര്യത്തിൻ്റെ പുറത്താണ് നിങ്ങളെ കാണേണ്ടത്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക? അദ്ദേഹത്തിനോട് ഉപദേശങ്ങൾ കൊടുക്കുക, അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് കൊടുക്കുക? നമ്മുടെ അടുത്ത് കുറേ പേര് ആദ്യം വരുന്നത് എനിക്ക് തടി കുറയ്ക്കണം, വെയിറ്റ് ലോസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ തടി കുറച്ചിട്ടല്ല ഹെൽത്തി ആവുന്നത്, ഹെൽത്തി ആയതുകൊണ്ടാണ് തടി കുറയുന്നത്. ഓക്കെ, ഇത് രണ്ടാ കാര്യം. തടി കുറഞ്ഞാൽ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ ആൾക്കാരെ അറിയാം, ഓവർ വെയ്റ്റ് അല്ല, വെൽ വിത്തിൻ BMI, പക്ഷേ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് മാത്രം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ കുറച്ച് ഓവർ വെയ്റ്റ് ആണ്, ഒരു 5 കിലോ 10 കിലോ ഓവർ വെയ്റ്റ് വരെയാണ്, പക്ഷേ ഷുഗർ നോർമലാണ്. ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് ആ വെയ്റ്റിൽ കൊഴുപ്പ് എത്രയുണ്ട്, അതിലെത്ര മസിൽ എത്രയുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ആ ഒരു അനുപാതം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ടോട്ടൽ വെയ്റ്റ് നോർമലാണ്, പക്ഷേ ഫാറ്റ് കൂടുതലും മസിൽ കുറവാണ്. ഇങ്ങനെ ഒരാൾ വിസിബിളി ഓവർ വെയ്റ്റ് അല്ലാന്നുണ്ടെങ്കിലും അയാളുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്
ഒരു ഒബീസ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയ ഒരാളുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സിനോട് സിമിലർ ആയിരിക്കാം. അതിന് പറയുന്നതാണ് നോർമൽ വെയിറ്റ് മെറ്റബോളിക്കലി ഒബീസ്. ഓക്കെ, നോർമൽ വെയിറ്റ് ആണ്, പക്ഷെ മെറ്റബോളിക്കലി ഒബീസ് ആണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആൾക്കാർ തന്നെയാണ് മലയാളീസ്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നത് നമുക്ക് തടി കുറച്ചിട്ട് ഹെൽത്തി ആവണ്ട, നമുക്ക് ഹെൽത്തി ആയതുകൊണ്ട് തടി കുറയ്ക്കാം. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കണം. ക്യൂക്കമ്പർ സാലഡ് ആൻഡ് ക്യാരറ്റ് മാത്രം കഴിച്ചിട്ടല്ല തടി കുറയ്ക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കഴിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വല്ലപ്പോഴും കഴിക്കണമെങ്കിൽ അത് കഴിച്ച് അത് ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെ മാനസികപരമായ രീതിയിലും ഒരു മെൻറ്റൽ വെൽനെസ് എന്നുള്ള രീതിയിൽ ഇതിനെങ്ങനെ ചെയ്യാം എന്നുള്ളതിനൊരു പ്ലാനാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് ഒരു ഡയബറ്റിക് ആയ ഒരാൾക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഒരു കൊളസ്ട്രോൾ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ രീതി, സ്ത്രീകളാണോ പുരുഷന്മാരാണോ, അവരുടെ ഏജ് എത്രയുണ്ട്, മെഡിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയുണ്ട്, അവരുടെ ട്രാവലിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് എന്താണ്. മലയാളികൾ മാത്രമല്ല, വി ഹാവ് എ പഞ്ചാബി ക്ലയൻറ്റ്, ആലൂക്ക പറാഠ, മുളിക്ക പറാഠ, അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അവരുടെ രീതി അതും കൂടി അനുസരിച്ചിട്ട് രീതിയിൽ, അപ്പോൾ കൾച്ചറലി, മെഡിക്കലി ആൻഡ് അവരുടെ അപ്പോഴത്തെയുള്ള സൗകര്യങ്ങൾ ഇതിനനുസരിച്ച രീതിയിലൊരു ന്യൂട്രീഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് എന്നാലേ അവരിത് സസ്റ്റൈനബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ്? ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, എക്സസൈസ് എക്സ്പേർട്സ് ഉണ്ട്, ഡയബറ്റീസ് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ എക്സ്പേർട്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്താണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഭാഗമുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്യൂറേറ്റീവ് സൈഡാണ്, അതായത് മെഡിസിൻ, ഒരു ക്യൂറേറ്റീവ് സൈഡും വേറൊന്ന് പ്രിവെൻറ്റീവ് സൈഡുമാണ്. ഇത് രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡയബറ്റിക്, ഭയങ്കര ക്രോണിക് ഡയബറ്റിക് ആയ ഒരാളുടെ അടുത്ത് ടാബ്ലറ്റേ കഴിക്കേണ്ട, നമ്മുടെ ഡയറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇസ് നോട്ട് റൈറ്റ് തിങ് ടു ഡു, റൈറ്റ്? അപ്പോൾ ഇത് രണ്ടും പാരലലി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ്, ജെനറ്റിക്സ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ്റെ ഡോസേജ് കുറയ്ക്കാൻ പറ്റുമായിരിക്കാം. ബട്ട് ദാറ്റ് വിൽ ഹാപ്പൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഇമ്മീഡിയറ്റ്ലി അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ വരുന്നു, ഡോക്ടറെ കാണുന്നു, നിങ്ങളുടെ ടീമിൽ തന്നെയുള്ള ഡോക്ടറെ കാണുന്നു, അദ്ദേഹം ഒരു മെഡിസിൻസ് കൊടുക്കുന്നു, അതിനുശേഷം ഡയറ്റീഷ്യൻ്റെ അടുത്തേക്കാണ് വിടുന്നത്. ഡയറ്റീഷ്യൻ ആണ് പിന്നെ അദ്ദേഹത്തിനുള്ള ഫുഡ് ചാർട്ടും കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് മാത്രം അല്ല, നിങ്ങൾ അതിൻ്റെ കൂടെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡയറ്റ് എന്ന് പറയുന്നതും എക്സസൈസ് എന്ന് പറയുന്നതും ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു ഇക്വേഷൻ്റെ രണ്ട് വശമാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. നമ്മൾ സ്കൂളുകളിലൊക്കെ മാത്സ് ഇക്വേഷൻ പ്രൂവ് ചെയ്യില്ലേ, LHS ആൻഡ് RHS എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. അതുപോലെ തന്നെയാണത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കാലറീസ്, നമ്മൾ ആ കാലറീസ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അത് എക്സസൈസ്, മെറ്റബോളിസം, ആക്ടിവിറ്റി, അങ്ങനെ പല കാര്യങ്ങൾക്കുണ്ട്. നമുക്ക് ഒരു ഇക്വേഷൻ്റെ ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഒരു കാലറി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിനനുസരിച്ചുള്ള രീതിയിലുള്ള എക്സസൈസും കൂടി കൊടുത്താൽ മാത്രമേ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. തടി കുറയ്ക്കാം, അതിപ്പോൾ ഗോഡ് ഫോർബിഡ് ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തടി കുറയുമല്ലോ നമുക്ക്. ദാറ്റ്സ് നോട്ട് എ ഹെൽത്തി തിങ് അല്ലേ. അതോടൊപ്പം എക്സസൈസ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ACL ടയർ, മുട്ടുവേദന, ചില ആൾക്കാർക്ക് ആർത്രൈറ്റിക് ഇഷ്യൂസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് IVDP, ഒരു ലോവർ ബാക്ക് ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക് പെയിൻ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു, ആ രീതിയിലാവാം. അപ്പോൾ ഇതെല്ലാം അതിനനുസരിച്ച് രീതിയിൽ എക്സസൈസസ് അതിനനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മെഡിക്കൽ കണ്ടീഷനും അനുസരിച്ചും ചില എക്സസൈസ് ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു PCOS ഉള്ള ഒരു സ്ത്രീക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന അസുഖമാണ്. അതിന് കുറച്ചുകൂടി ബെറ്റർ എക്സസൈസ് വെയിറ്റ് ട്രെയിനിങ് ആണ്. കാര്യം വെയിറ്റ് ട്രെയിനിങ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ മസിൽസ് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. ബോഡിയുടെ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യും. കാര്യം മസിൽസിനകത്ത് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറിൽ പെട്രോൾ അടിക്കുന്ന പോലെ മസിൽസിനകത്ത് ഗ്ലൈക്കോജൻ ആണ്, ഗ്ലൂക്കോസ് ആണ് സ്റ്റോർ ചെയ്തിട്ട് അത് ഫ്യൂവലായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസിൽസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഈ പറഞ്ഞ അസുഖം ഡയബറ്റീസ്, PCOSന് വെയിറ്റ് ട്രെയിനിങ് ഹാസ് എ ബെറ്റർ അഡ്വാൻറ്റേജ്. അതേസമയം ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോൾ പെട്ടെന്ന് അത് ഫ്ലെയർ ചെയ്യും. അവിടെ യോഗ, ബ്രീതിങ് എക്സസൈസിന് കുറച്ചൊരു ബെറ്റർ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, ഡിപ്പെൻസ് ഓൺ മെഡിക്കൽ കണ്ടീഷൻ, പിന്നെ ഡിപ്പെൻസ് ഓൺ ലൈക്കിങ്. ചിലർക്ക് യോഗയോട് കൂടുതൽ താല്പര്യമുണ്ട്, അപ്പോൾ അവർക്ക് യോഗ കൂടുതൽ കൊടുക്കും. പക്ഷെ നമ്മൾ പറയും വെയിറ്റ് ട്രെയിനിങ് കൂടി ചെയ്യണേ. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് കൊടുക്കുന്നേക്കാളും മുന്നേ നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഹെർണി ഉണ്ടോ, അല്ലെങ്കിൽ പൈൽസ് ഉണ്ടോ, അല്ലെങ്കിൽ മുട്ടിന് ഇഷ്യൂ ഉള്ള ഒരാളെ കൊണ്ട് സ്ക്വാട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല വെയിറ്റ് എടുത്തിട്ട്, റൈറ്റ്? അപ്പോൾ ആ ഒരു രീതിയിൽ അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പക്ഷേ അപ്പോൾ വീണ്ടും വേറൊരു സംശയം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പറയുവാണ് ശരി നിങ്ങൾക്ക് ഇഷ്ടം യോഗയാണ്, യോഗ ചെയ്തോളൂ, പക്ഷേ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അവിടെയാണ് ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഇത് പറഞ്ഞത് ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്നൊരു കൺസൾട്ടേഷൻ എടുക്കുന്നത്. അല്ലാത്തവർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിഡിൽ ഈസ്റ്റിലും ദുബായിലും ഖത്തറിലും ഒക്കെ ഉള്ള ക്ലയൻറ്റ്സ് അവർ നമുക്ക് ഓൺലൈനിലാണ് കൺസൾട്ടേഷൻസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓരോ ക്ലയൻറ്റിനും പേഷ്യൻറ്റിനും ഓരോ ഗ്രൂപ്പ്.
ഓരോ ആൾക്കും ഓരോ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് ആ ഗ്രൂപ്പിൽ ഒരു അക്കൗണ്ടബിലിറ്റി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം. അതായത് ഒന്നുമില്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ സിബ്ലിങ്സ്, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അല്ലെങ്കിൽ പാർട്ട്ണർ. സാധാരണ പുരുഷന്മാർ ഭാര്യമാരെ ആഡ് ചെയ്യും. കിച്ചണിൽ കുറച്ചും കൂടി ഒരു ഹോൾഡ് അവർക്കാണല്ലോ. അപ്പോൾ അതുണ്ടാവും. പിന്നെ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും ആ ഗ്രൂപ്പിനകത്ത്, നമ്മുടെ ഒരു എക്സസൈസ് എക്സ്പെർട്ട് ഉണ്ടാവും, ഒരു ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ ഉണ്ടാവും, ഒരു ഫോളോ അപ്പ് സ്റ്റാഫ് ഉണ്ടാവും. ഇത്രയും പേരടങ്ങുന്ന ആ ഗ്രൂപ്പാണ് ഒരു എക്കോസിസ്റ്റം. അതിലാണ് കംപ്ലീറ്റ് ഫോളോ അപ്പ് നടക്കുന്നത്. ഇന്ന് ചെയ്തോ, ഇന്ന് ചെയ്തില്ലേ, ഇന്ന് എക്സസൈസ് ചെയ്തിട്ട് മുട്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, ഇന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. അത് ഓരോ ക്ലയൻറ്റിനും ഓരോ രീതിയിലായിരിക്കാം. മലയാളത്തിൽ പറഞ്ഞാൽ പിന്നാലെ നടക്കുക. അതെ അതെ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാര്യം എന്താണെന്നറിയോ നിഷ, ഒരാളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുമ്പോൾ അയാളുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ ഡൗട്ട് വരാൻ പോകുന്നത്, ഇന്ന് ക്യാബേജ് തോരൻ ഇല്ല, പകരം കോളിഫ്ലവർ തോരൻ കഴിക്കാമോ? This is their actual doubt. It might sound very silly, but that's a real doubt a person has. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് പോയി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒപ്പം സന്തത സഹചാരി ഏതാ? ഫോൺ. അതിനകത്ത് കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് വിത്ത് യു, റൈറ്റ്? അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള വാട്സാപ്പ് ചാറ്റ്, അതോടൊപ്പം തന്നെ ടെലിഫോണിക് കോൾസ് ഉണ്ടാവും. നമ്മൾ വിളിക്കും എല്ലാ 10-12 ദിവസം ഗ്യാപ്പ് അനുസരിച്ചിട്ട് വയറിന് ചുറ്റുമുള്ള സെൻറ്റിമീറ്റർ അളവും വെറും വയറ്റിൽ, അതോടൊപ്പം വെറും വയറ്റിൽ വെയിറ്റും ചോദിക്കും നമ്മൾ. അപ്പോൾ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, കുറയുന്നത് മസിലാണോ ഫാറ്റാണോ, അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്കറിയാം. അതനുസരിച്ച് അടുത്ത പ്ലാൻ നമുക്ക് വീണ്ടും ട്വീക്ക് ചെയ്യാം. അപ്പോൾ ട്വീക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയും, എനിക്ക് ചിക്കൻ കഴിച്ച് മടുത്തു, എനിക്ക് മീൻ വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ചിലർ പറയും, ശബരിമലയാണ്, മണ്ഡലകാലമാണ്, എനിക്ക് നോൺ വെജ് വേണ്ട, വെജ് മാത്രം മതി. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. സോ വി പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി. ചിലപ്പോൾ പറയും, ഞാനൊന്ന് ടൂർ പോവാണ് അടുത്ത ആഴ്ച, എനിക്കൊന്ന് കുറച്ച് കേക്കും കുറച്ച് പുറത്തുനിന്നൊക്കെ കഴിക്കണം, അപ്പോൾ അതിന് ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്ലാനിങ് ആണ് അതിൻ്റെ ഒപ്പം നടക്കുന്നത്. അതായത് ജെനുവിൻലി ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്നാണ്. ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ നിഷയുടെ അടുത്ത് പറയുകയാണ്, 4 ബ്രെഡും ഒരു മുട്ടയും, ഒരു ബ്രൗൺ ബ്രെഡും മുട്ടയും വെച്ചിട്ട് എഗ് സാൻഡ്വിച്ച് കഴിക്കും എന്ന് പറയും, ബ്രേക്ക്ഫാസ്റ്റ്. എത്ര നാൾ കഴിക്കും? 3 ദിവസം 4 ദിവസം കഴിക്കുമ്പോഴേക്കും എഗ് സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ മടുക്കും. ബട്ട് ഇഫ് ഐ ടെൽ യു, മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആണ്. ഒരു കോഴി മുട്ടയ്ക്ക് പകരം 25 ഗ്രാംസ് പനീറായിട്ട് റീപ്ലേസ് ചെയ്തോളൂ. അതും റഫ്ലി സിമിലർ പ്രോട്ടീൻ ഫാറ്റ് കാലറി പ്രൊഫൈലാണ്. അല്ലെങ്കിൽ ഒരു ചീസ് സ്ലൈസ്. അപ്പോൾ 3 ഓപ്ഷനായി. എഗ് സാൻഡ്വിച്ച് ആയി, വെജിറ്റബിൾ ചീസ് സാൻഡ്വിച്ച് ആയി, അല്ലെങ്കിൽ ഒരു പനീർ സാൻഡ്വിച്ച് ആയി. ഞാൻ പറയുകയാണ്, 4 ബ്രെഡിന് പകരം ഒരു 4 അല്ലെങ്കിൽ 5 ദോശ, അധികം നെയ്യൊന്നും ഇടരുത്, നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ദോശ. അപ്പോൾ അല്ലെങ്കിൽ 3 ചപ്പാത്തി ഓയിലില്ലാണ്ട്. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയായി, ചപ്പാത്തിയും പനീർ കറിയും കഴിക്കാം. ഇങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരും. ശരിയാണ്, ചപ്പാത്തിയിലുള്ള കാർബോഹൈഡ്രേറ്റും ബ്രെഡിലുള്ള കാർബോഹൈഡ്രേറ്റും ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിനൊപ്പം ആവശ്യത്തിന് പ്രോട്ടീനും കുറേ പച്ചക്കറികളും ഇലക്കറികളും അതോടൊപ്പം തന്നെ ആ മീലിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? 10 കിലോ 2 കൊല്ലം കൊണ്ട് കയറിയ ആൾക്ക് 10 കിലോ 1 മാസം കൊണ്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഹെൽത്തിയായ രീതിയിൽ നടക്കില്ല, ഹെൽത്തി അല്ലാതെ നടക്കും. അൺനെസസറി ആയിട്ടുള്ള പല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സും വെയിറ്റ് ലോസ് പിൽസും വെയിറ്റ് ലോസ് ഷെയ്ക്സും ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒരു മാസം നമ്മൾ വരുന്ന ക്ലയൻസിന് ആദ്യം പറയുന്നത്, നിങ്ങൾ വെയിറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 4 കിലോയിൽ കൂടുതൽ കുറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിൽ മേലെ നിങ്ങൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടല്ല കുറയുന്നത്, മസിലും പോകുന്നുണ്ട്. അൺലെസ് യു ആർ മോർബിഡ്ലി ഒബീസ്. ഒരു സാധാരണ ഒരു 5'8", 5'10" ഒക്കെ ഹൈറ്റുള്ള ഒരാൾക്ക് ഒരു 130, 140 കിലോന് മേലെ വെയിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു 5-6 kg വരെ കുറയാം. അല്ലെങ്കിൽ 5 കിലോ 4 കിലോ അതിൽ മേലെ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഇസ് ലൂസിങ് മസിൽ കുറഞ്ഞാൽ മെറ്റബോളിസം ഡ്രോപ്പായി കംപ്ലീറ്റ് മെറ്റബോളിക് ഇഷ്യൂസും കാര്യങ്ങളും എനിക്കൊക്കെ കിടക്കുകയായി. ദിസ് ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. ഇത് റോക്കറ്റ് സയൻസ് അല്ല. ഞാനെപ്പോഴും പറയുന്നത്, കാർ ഓടിക്കാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കണ്ട, റൈറ്റ്? അതേപോലെ ഹെൽത്തിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഡയറ്ററ്റിക്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴിപ്പം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരാൾ മെഡിക്കലി എല്ലാം ഓക്കെ, വിത്തിൻ ലിമിറ്റ്സ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 2 ബക്കറ്റ് 3 ബക്കറ്റ് വെള്ളം ഒരുമിച്ച് എടുത്തുകൊണ്ടിരുമ്പോഴേക്കും നമ്മൾ ആകെ. യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഫിറ്റ്നസ്, വെൽനെസ് ആൻഡ് ഹെൽത്ത്. ഇത് 3ഉം റിലേറ്റഡ് ആണ്. യു ആർ ഫിറ്റ്, 6 pack ആപ്സ്, യു ആർ എല്ലാം ആണ്, ബ്ലഡ് പാരാമീറ്റേഴ്സ് നോർമലാണ്, ബട്ട് യു ആർ നോട്ട് ഹാപ്പി ഇൻ ലൈഫ്, യു ആർ നോട്ട് കണ്ടൻറ്റ് ഇൻ ലൈഫ്. അപ്പോൾ വെൽനെസ് ഇസ് എ പ്രോബ്ലം, റൈറ്റ്? അപ്പോൾ ഇത് 3ഉം കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കമ്മിങ് ടു യുവർ ക്വസ്റ്റ്യൻ, നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ വി ഹാവ് എ സിലബസ്. ആ സിലബസിൽ നിന്നാണ് 98% ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലേ? ബാക്കി 2% ഔട്ട് ഓഫ് സിലബസ്. ക്വൈറ്റ് നാച്ചുറലി നമ്മൾ ആദ്യം സിലബസ് പഠിക്കും, എന്നിട്ടല്ലേ ബാക്കി ഔട്ട് ഓഫ് സിലബസ് നമ്മൾ ആലോചിക്കാനേ ഉള്ളൂ. അതേപോലെ സിലബസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി, ഈ 3ഉം പറഞ്ഞ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു 3 things. 3 ചാപ്റ്റേഴ്സാണ് അതിലുള്ളത്. ഓക്കെ, ഈറ്റ് ഹെൽത്തി, ഈറ്റ് റൈറ്റ്. ചാപ്റ്റർ 2, ബി ഫിസിക്കലി ആക്റ്റീവ്.
ചാപ്റ്റർ 3 സ്ലീപ്പ് ആൻഡ് മാനേജ് സ്ട്രെസ്. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2% ഈ പറഞ്ഞ നമ്മൾ വാട്സാപ്പിലൊക്കെ കാണുന്ന ജീരകവെള്ളം കുടിക്കണോ, ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് കുടിക്കണോ, അല്ലെങ്കിൽ നാരങ്ങ നീരും തേനും മിക്സ്. ഇതൊന്നും തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ അതിന് 2% മാർക്കേ ഉള്ളൂ. അത് വെച്ചിട്ട് ആ 100 മാർക്കുള്ള എക്സാം ജയിക്കില്ല. അവോക്കാഡോ ഈസ് എ വെരി ഹെൽത്തി ഫ്രൂട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫാറ്റ്. പക്ഷേ ഇഫ് യു ലൈക്ക് അവോക്കാഡോ, ഇപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും അവോക്കാഡോ ഗോക്കുമോളി ഡിപ്പ് അല്ലെങ്കിൽ അവോക്കാഡോ ടോസ്റ്റ് കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ പച്ച മലയാളിയാണ്. എനിക്ക് ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ശീലം. അതാണ് എനിക്കിഷ്ടം. അവക്കാഡോ നമ്മൾ കഴിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്തൊരു വിഷമം പോലെ. അതെ. അപ്പോൾ ഇതിലൊരു വസ്തു എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യ, ഒരു അവോക്കാഡോ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 4 ആപ്പിൾ കാലറി. 4 ആപ്പിളിൻ്റെ കാലറി ഉണ്ട് ഒരു അവോക്കാഡോയിൽ. ഓക്കെ, അപ്പോൾ തടി കുറയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് നല്ല ഭക്ഷണവും ആവശ്യത്തിൽ കൂടുതൽ കഴിച്ച് കാലറി സർപ്ലസിൽ വന്നു കഴിഞ്ഞാൽ തടി കൂടുകയുള്ളൂ, കുറയില്ല. അപ്പോൾ അവോക്കാഡോ എല്ലാ ദിവസവും ഷേക്ക് കഴിച്ച് കഴിഞ്ഞാൽ അവോക്കാഡോ ഇസ് ഫാറ്റ്, ഹെൽത്തി ഫാറ്റ്, സമ്മതിച്ചു. പക്ഷേ ഫാറ്റാണ്, കാലറീസ് കൂടി. ഇൻടേക്ക് കാലറീസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാലറീസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അത് നല്ല കാലറി ആണോ എന്നുള്ളതിന് പ്രസക്തിയില്ല. തടി കൂടുക ചെയ്യും, അധികമായ അമൃതും വിഷം. മെൻ്റൽ ഹെൽത്ത് ഇസ് ഓൾസോ വെരി വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു ഹൗ യു ഈറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇൻഫാക്ട് നമുക്ക് ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിൽ ഒരു ടൈപ്പ് ഓഫ് മെഡിസിൻ സെറട്ടോണിൻ്റെ ലെവൽ, സെറട്ടോണിൻ ഇസ് എ ഹാപ്പി ഹോർമോൺ, ബ്രെയിനിൽ സെറട്ടോണിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗ്സാണ്. SSRI SNRI എന്നൊക്കെ പറയുന്ന ഡ്രഗ്സാണ് കൊടുക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ്, വേറെയും പലതും ഉണ്ട്. ഈ സെറട്ടോണിൻ്റെ ലെവൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സസൈസാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതെ, അതുകൊണ്ടാണ് ഹാപ്പി ഹോർമോൺ. ഇപ്പോൾ എക്സസൈസ് ചെയ്ത് വേർത്ത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് തന്നെ ഐ എം എൻ ഓൺടർപ്രണർ, ഐ എം ഇൻ ടു ഡൂയിങ് ദിസ്. ഞാനും കുറേ ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഐ സ്റ്റിൽ റിമെമ്പർ പോയി ജിമ്മിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എക്സസൈസ് ചെയ്ത് വേർത്ത് കുളിച്ച് വേർത്ത് മാറി വരുമ്പോഴേക്കും യു ഫീൽ ഗുഡ്, യു ഫീൽ ഹാപ്പി. ഡൂയിങ് റെഗുലർലി എക്സസൈസ് അത്ര ഗുഡായിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിലും ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഹാപ്പി ഹോർമോൺസ്. സ്റ്റീവൻ കോവി പറഞ്ഞിട്ടുണ്ട് 21 days to ക്രിയേറ്റ് എ ഹാബിറ്റ് എന്ന് പറയുന്ന പോലെ. ആ ഒരു ഗ്രൂവിലേക്ക് എത്തിക്കിട്ടിയ അതാണ് നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് ചെയ്യിപ്പിക്കുന്നതും. പാലേ തേനെ ചക്കരെ വരെ പറഞ്ഞിട്ട് അവരെ ആ ഒരു 21 ദിവസം ഒരു മാസം ആ ഗ്രൂവിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും. അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുന്ന പാത്ത് എളുപ്പമാക്കി കൊടുക്കുക, അത് ഈസി ആക്കി കൊടുക്കുക, അതൊരു പണിഷ്മെൻ്റ് അല്ലാത്ത രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ലുക്ക് ഗുഡ്. ഒരു ടീഷർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറ് ചാടിയിരിക്കാതിരിക്കാനും, അല്ലെങ്കിൽ ചെറിയൊരു ബൈസെപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രെയിമിൽ നിൽക്കാനും, കുറേ പേരിപ്പം ഫോട്ടോയിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുത്ത് നിൽക്കാനും ഒക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്, റൈറ്റ്? ഈ എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ദാറ്റ് ഓൾസോ കംസ് അലോങ് വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി ബിഗ് ആസ്പിറേഷൻ. അതിൽ യാതൊരു തെറ്റും പറയാനില്ല, റൈറ്റ്? അപ്പോൾ പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു കല്യാണത്തിന് മുമ്പ് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു റാപ്പിംഗ് പേപ്പർ ഉണ്ടാവും. ആ റാപ്പിംഗ് പേപ്പർ നല്ല ഭംഗി ഉണ്ടാവും, അകത്താണ് റിയൽ ഗിഫ്റ്റ്. അത് പറഞ്ഞ പോലെ ഈ ഫിറ്റ്നസ്സും ഈ കഴിഞ്ഞ പരിപാടികളൊക്കെ ഒരു ഔട്ട്സൈഡ് ഇതാണ്. അതിൽ എത്തിക്കഴിയുമ്പോൾ then you will understand what is a real gift എന്നുള്ളത്. ക്ലാസിക് എക്സാമ്പിൾ, ആളുകൾ മറക്കാതിരിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പറയുന്നത്.